മാലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു മാലാപ്പറമ്പിലെ റെയ്ഡ്. അവിടെ ഒരു ഫ്ലാറ്റിൽ അവിടെ ഇവർ പെൺവാണിഭ ബിന്ദു എന്ന സ്ത്രീ നടത്തുകയായിരുന്നു. അവർ ചികിത്സയ്ക്ക് വന്നവരാണ്, മറ്റ് കാര്യത്തിനൊക്കെ വന്നവരാണ് എന്ന രീതിയിലൊക്കെ പലരും അവിടെ വന്ന് താമസിക്കുകയും പോവുകയും ചെയ്യുന്നത് നാട്ടുകാർക്ക് സംശയമായി. നടക്കാവ് പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ പോലീസ് അവിടെ റെയ്ഡ് നടത്തി 9 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു പെൺവാണിഭത്തിന്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിന്ദുവാണ്. ബിന്ദു വയനാട് ഇരുമ്പം സ്വദേശിനിയാണ്. അവരെയും 9 സ്ത്രീകളെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് മറ്റൊരാളെ കൂടെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയാൾ വിദേശത്താണ്. ഈ നടത്തിപ്പുകാരിയുടെ സുഹൃത്താണ്, ബാലുശ്ശേരിക്കാരൻ മനീഷ് എന്ന് പറഞ്ഞ ആളാണ്. അയാളെ പോലീസ് ഇതിനകത്ത് പ്രതിയാക്കി. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം പോകുന്നത് നേരെ മനീഷിൻ്റെ അക്കൗണ്ടിലാണ്. അയാൾ അക്കൗണ്ടിൽ നിന്ന് പണം അത് തിരിച്ച് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഈ 2 പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് വരും. ഇവർ 2 പേര് പോലീസ് നടക്കാവ് പോലീസ് പ്രതികളാക്കി. ഇതിൽ ഷൈജിത്ത് എന്ന് പറഞ്ഞ ആൾ നേരത്തെ വിജിലൻസിലാണ് അവിടുത്തെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അയാൾക്ക് പ്രാഥമികമായിട്ടുള്ള ഈ കേസിൻ്റെ അന്വേഷണത്തിൽ തന്നെ 2 പോലീസുകാരെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിജിലൻസിൽ നിന്ന് അയാളെ നേരെ കൺട്രോൾ റൂമിലേക്ക് മാറ്റി. അതിനുശേഷമാണ് അറസ്റ്റ് നടക്കുന്നത്. പ്രാരംഭ അന്വേഷണത്തിൽ തന്നെ ഈ 2 പോലീസുകാരെ ഇൻവോൾവ്മെൻറ്റ് വന്നുകൊണ്ട് അവർ വിജിലൻസിൻ്റെ യൂണിറ്റിൽ നിന്ന് മാറ്റി അവിടുത്തെ കൺട്രോൾ റൂമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അന്വേഷണം മുന്നോട്ട് പോയി. ഈ ബിന്ദു എന്ന് പറയുന്നവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാലുശ്ശേരി അമ്മാനിഷ് എന്ന് പറഞ്ഞ വ്യക്തി. അയാളുമായിട്ട് 2022 മുതൽ പണ ഇടപാടുകൾ കാണാം പോലീസിന്. ഈ ബിന്ദുവിനെ പരിചയപ്പെടാൻ കാരണം ഷൈജിത്ത് മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരിക്കുമ്പോൾ സമാന രീതിയിലുള്ള പെൺവാണിഭത്തിന് ബിന്ദുവിനെ അന്ന് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വയനാട് ഇരുമ്പം സ്വദേശിയായ ബിന്ദു നേരത്തെ ഇതേ രീതിയിലുള്ള കേസുകളിലെ അറസ്റ്റിൽ വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത സമയത്ത് അന്ന് അവിടെ ഡ്രൈവറായിരുന്ന ഷൈജിത്തുമായിട്ട് അടുപ്പമായി. ആ ബന്ധം തുടരുകയാണ്. അത് 2022 മുതലുള്ള അക്കൗണ്ടാണ്. കാരണം 2022 ബിന്ദുവിനെ നേരത്തെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇപ്പം അത് ഇവർ മാലാപ്പറമ്പിലെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് പെൺവാണിഭം നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ വെച്ചാണ് മാലാപ്പറമ്പ് പോലീസും കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അവിടെ റെയ്ഡ് നടത്തി ഇവരെ അറസ്റ്റ് ചെയ്തത്. പല സന്ദർഭത്തിലും ഇതുപോലുള്ള ഇൻവോൾവ്മെൻറ്റ് 2 പോലീസുകാർക്ക്, ഷൈജിത്തിനും സനിത് എന്ന് പറയുന്ന 2 പേർക്കും ഉണ്ട് എന്ന് മനസ്സിലായിട്ടും ഇവരുടെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടോ അത് ഇതുവരെ അവർക്കെതിരായിട്ടൊരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ അവിടുത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു റെയ്ഡ് നടത്താൻ തീരുമാനിച്ച് റെയ്ഡ് നടത്തിയപ്പോഴാണ് ബിന്ദുവിനെയും ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തത്. അതിനകത്ത് ബിന്ദുവിൻ്റെ സുഹൃത്ത് നടത്തിപ്പുകാരനായ ബാലുശ്ശേരി അമ്മാനിഷിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ 2 പ്രതികളായി രംഗത്ത് വന്നിരിക്കുന്നത് പോലീസുകാരാണ്. അത് ഷൈജിത്തിൻ്റെ സനിത്തിൻ്റെ അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കുന്നത് ബാലുശ്ശേരി അമ്മാനിഷിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 2022 മുതലുള്ള ബന്ധം ഉണ്ട്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ തുടർച്ചയ്ക്കാണ് അന്ന് മുതൽ പണം വന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ അക്കൗണ്ടിലേക്ക്. അത് ലക്ഷക്കണക്കിന് രൂപ വരും. ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവർ ഈ പണം അയച്ചത് എന്നുള്ള കാര്യങ്ങളും ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നേരത്തെ മൂലം എവിടെയൊക്കെ നടത്തിയാലും അവിടെയൊക്കെ പോയി ഇൻ്റർഫിയർ ചെയ്ത് ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്ന 2 പോലീസുകാരാണ്. അതുകൊണ്ട് അവരുടെ സ്വാധീനത്തിൽ ആണ് ഇവർക്കെതിരായിട്ട് നടപടിയെടുക്കാത്തതെന്നാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയുള്ള
കുറ്റത്തിന് ആ പ്രോസിക്യൂഷൻ നടത്തുന്നതിന് പോലീസ് റെയ്ഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസ് നടത്താതിരിക്കാൻ ചിലർക്ക് പണം കൊണ്ട് കൊടുക്കാനോ അവരുടെ ഈ ഡ്രൈവർമാരുടെ സ്വാധീനത്താൽ അവിടെ റെയ്ഡ് നടത്താതിരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയാണ് ഇതുവരെ 2022 ഏകദേശം 3 വർഷം യഥേഷ്ടം കോഴിക്കോടും പരിസരങ്ങളിലും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നടന്നത്. 1-2 പേരല്ല, ഇപ്പോൾ 9 പേരോളം അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അവിടെ താമസിപ്പിച്ചിരുന്നു എന്നാണ്. ധാരാളം പേര് വന്ന് ഇറങ്ങിപ്പോകുന്നത് അത് നാട്ടുകാർ ശ്രദ്ധിച്ചപ്പോൾ അവർക്കൊരു അരോചകമായി എന്തോ കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ലോക്കൽ പോലീസ് ഇന്ന് വരെ അത് ചെവി കൊടുത്തില്ല, അതിന് നടപടിയെടുത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആ നടപടി എടുക്കാനായിട്ട് കമ്മീഷണറിലേക്ക് സമ്മർദ്ദം വന്നത്. കമ്മീഷണറുടെ ഉത്തരവാദിത്തത്തിൽ അവിടെ റെയ്ഡ് നടത്തി. അതോടുകൂടി തന്നെയാണ് ഏകദേശം 9ഓളം സ്ത്രീകളെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ ചെന്നത്. ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിന് അപമാനമാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇതുപോലെയുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സ്ത്രീകളുടെ നിന്ന് അത് അവരുടെ നിന്ന് പണം കൈപ്പറ്റി അവരുടെ കുടുംബം നടത്തുന്നോ അല്ലെങ്കിൽ അവരെ ഭക്ഷണം കഴിക്കുന്നോ അവരെ മുഷ്ടാന്ന ഭോജനം നടത്തുന്ന അവർ വിയർപ്പൊഴുക്കുന്ന പണം വാങ്ങിച്ചെടുക്കുന്നതാണ്. അത് വളരെ മ്ലേച്ഛകരമായ പ്രവൃത്തിയായിപ്പോയി. അങ്ങനെ മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. അങ്ങനെയൊക്കെയുള്ള ശക്തമായ നടപടി എടുക്കുന്ന ഒരു ഗവൺമെൻറ് കൂടി ഉണ്ട്. കുറേ നേരത്തെ 10-22 പേരെ പിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഗുണ്ടകളുമായിട്ടുള്ള ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടപടികൾ അതിശക്തമായിട്ട് വരുന്നുണ്ട്. ഇവർക്ക് എതിരായും അതേ രീതിയിലുള്ള നടപടി ഉണ്ടാവും. ഇനി പോലീസിൽ അവർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. വെൺവാണിവ കേസിനകത്ത് ഉൾപ്പെട്ട 2 പേര് പോലീസിൻ്റെ ഇമേജ് കളഞ്ഞവരാണ്. പോലീസിൻ്റെ ഇമേജ് പ്രത്യേകിച്ച് അവിടുത്തെ വിജിലൻസിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണെന്ന് വിചാരിച്ചു. വിജിലൻസിൻ്റെ ഇമേജ് കളയില്ലേ. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് ഉണ്ട് എന്ന് ഇതിപ്പം ഇയാളെ അവിടെ നിന്ന് മാറ്റി കൺട്രോൾ റൂമിലാക്കി കഴിഞ്ഞു. അപ്പം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും പോലീസിൻ്റെ ഡിസിപ്ലിൻ പാലിക്കാതെയും ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള പണം ഉണ്ടാക്കുന്ന ആൾക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികളെ അത് മാതൃകാപരമായി ശിക്ഷിക്കുകയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യേണ്ട കടമ സർക്കാരിനുണ്ട്, DGPക്കുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള നടപടി ഈ 2 പേരുടെയും പേരിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 1-2 രൂപയല്ല, 2022 മുതൽ ലക്ഷക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ടോട്ടൽ കൂട്ടിക്കഴിയുമ്പോൾ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള തുക വന്നിരിക്കുന്നു. അത് ഇവർ വിഡ്രോ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ബാലുശ്ശേരിക്കാരന് വെളിനാട്ടിലുള്ള അയാളുടെ അക്കൗണ്ടിൽ കൂടെയാണ് പോകുന്നെങ്കിലും ഇത് മുഴുവൻ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് മുഴുവൻ നിയന്ത്രിക്കുന്നതും ബിന്ദുവാണെന്നാണ് വരുന്ന വാർത്തകൾ. അതുകൊണ്ട് അടുത്ത ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അവർ റിമാൻഡിലേക്ക് പോകും. അവർക്കെതിരായിട്ട് ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടാവും എന്നും കരുതുന്നു.